ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയിട്ട് തേക്കടി റോസ് പാർക്കിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ തേക്കടി റോസ് പാർക്കിലെത്തി. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഫീ 120 റുപ്പീസാണ്. അല്ലാതെ പാക്കേജസ് ഉണ്ട് 350ൻ്റെയും 600ൻ്റെയും പാക്കേജസ് ഉണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ കോംബോ പാക്കേജ് 350 ആണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതിൽ ഒരു 120 നമുക്ക് എൻട്രി ഫീ നമുക്ക് കിട്ടും, 120 കിട്ടും. ഇവയ്ക്ക് വേണ്ട. അപ്പോൾ 120 ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ 120 എൻട്രി ഫീ ഇൻക്ലൂഡഡ് ആണ് 350 പാക്കേജിൽ. പിന്നെ എക്സ്ട്രാ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിൻഷേറിന് 120 കൂടെ എക്സ്ട്രാ എടുത്തുള്ളൂ. അപ്പോൾ 350 പ്ലസ് 120 470 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവ കയറിയേക്കുന്നത് കിഡ്സിൻ്റെ പെഡൽ ബോട്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതിന് 50 ആണ് റുപ്പീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാക്ടസിൻ്റെ കുറച്ച് ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ കയറി കണ്ടു. അപ്പോൾ നമ്മുടെ ഈ 350 പാക്കേജിൽ കയാക്കിങ്, ബോട്ടിങ്, പിന്നെ വെർട്ടെക്സ്, 2D തിയേറ്റർ, ബമ്പർ കാറ്, പിന്നെ സ്ലൈഡിങ് പ്ലേ സെൻറ്റർ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ സ്ലൈഡിങ് പ്ലേ സെൻറ്റർ ഇപ്പോൾ തെന്നലൊക്കെ ആയതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 50 നമുക്ക് കിട്ടും. വേറെ എന്തിനെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 പേർക്ക് കയാക്കിങ് വേണമെങ്കിൽ ഇതിലിപ്പോൾ ഒരു കയാക്കിങ്ങിനുള്ള പാക്കേജിലല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു സ്ലൈഡിങ് പ്ലേ സെൻറ്ററിൻ്റെ 50 കട്ട് ചെയ്ത് ഇതിലേക്ക് കയറ്റി നമുക്ക് 2 പേർക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ സിപ്പ് ലൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ബെമ്പർ കാർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ സിപ്പ് ലൈൻ്റെ 100 എടുത്തിട്ട് ഒരാൾക്കും കൂടെ ആയിട്ട് ബെമ്പർ കാറിലോട്ട് കയറാം. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും ആ പാക്കേജ് നമുക്ക് മാറ്റി മറിച്ചും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൈസ നമുക്കിപ്പോൾ 50യുടെ കയാക്കിങ്ങിൽ കയറാൻ പറ്റില്ല, 50 പോയി, അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ സൗകര്യമുണ്ട്. ഞങ്ങളൊരു കോഫി, ലൈം ജ്യൂസ്, പിന്നെ അവൾക്ക് വേഫർ വേണമെന്ന് പറഞ്ഞാൽ വേഫേഴ്സൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. മീൽസ് ഇല്ല. ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഉണ്ട്. ഇവിടെ തന്നെ അവൈലബിൾ ആണ്, ഒന്നിനും പുറത്തോട്ട് പോകണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടാണ് വന്നത്. നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലാത്തൊരു ഐറ്റം കൂടെ ഉണ്ട്. വേറെ ഒന്നല്ല, ഹോഴ്സ് റൈഡിങ് ആണ്. ഇപ്പോൾ 2 ഹോഴ്സ് ഉണ്ട്. ഒരെണ്ണം സീറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തതും അല്ലാതെ ജസ്റ്റ് മേളിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു അറ്റം വരെ ഉള്ളൂ. ജസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് ചോദിച്ചു ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പാക്കേജ് ഇൻക്ലൂഡഡ് അല്ല, അതിന് 50 റുപ്പീസാട്ടോ വരുന്നത് ഹോഴ്സ് റൈഡിങ്ങിന് ഒരാൾക്ക് പെർ ഹെഡ്. പിന്നെ ഇത് ബെമ്പർ കാറിലേക്കുള്ള ഏരിയ ആണ്. ബെമ്പർ കാറ് അടിപൊളിയാണ്. ഇവിടെ ഒരാൾക്ക് 100 ആണ്. കൂടെ ഇപ്പോൾ ഇവയ്ക്കാണെന്നുണ്ടെങ്കിലും 100 ഉണ്ട്. അപ്പോൾ കൂടെ ഹസ്ബൻഡ് കയറി, ഹസ്ബൻഡും കൂടെ 100 ആയപ്പോൾ ഞങ്ങൾ ആ സിപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് ഈ 100 കയറ്റി. അങ്ങനെ 200 ആയി ബെമ്പർ കാറിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവയ്ക്ക് എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നില്ല കേട്ടോ. 5 ഇയേഴ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ അവിടെ റിസപ്ഷനിലെ ആൾ പറഞ്ഞു ഇവയ്ക്ക് വേണ്ട, ഇവൾക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ടായി. പക്ഷേ ബെമ്പർ കാറിന് പെർ ഹെഡാണ്, ഇവൾക്ക് 100 കൊടുക്കണം. അങ്ങനെ അവർ കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയാക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് വന്നു. കയാക്കിങ്ങിന് പെർ ഹെഡ് 50 ആണ് റുപ്പീസ് വരുന്നത്. അപ്പം ഞങ്ങളൊരു 50യുടെ വേറൊരു, നമുക്ക് മഴ ആയതുകൊണ്ട് പിള്ളേരുടെ മറ്റേ സ്ലൈഡ്സ് ഒന്നും ഉണ്ടായില്ല. നോർമൽ സ്ലൈഡ്സ് ഉണ്ട്. നോർമൽ സ്ലൈഡ്, സ്വിങ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ.
അത്യാവശ്യം നല്ല ഏരിയയിലാണ് പാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാഴ്ച കാണാനും ഓരോരോ സ്റ്റാച്യൂസും പിന്നെ നമുക്ക് നോർമലായിട്ട് പാർക്കിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു പാക്കേജൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്ഥിരം വരുന്നവരാണ്, ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 120 എൻട്രി ഫീ മാത്രം മതി. ചുമ്മാ നേരം പോകാൻ എളുപ്പമാണ്. ഭയങ്കര നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറും നിറച്ച് സ്ഥലങ്ങളും മരങ്ങളും എല്ലാം ഉണ്ട്. ട്രീ ഹട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ അധികം ഊഞ്ഞാല സ്ലൈഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പാക്കേജ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഇനി വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് യൂസ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പാക്കേജ് എടുത്തത് കേട്ടോ. ഫിഷൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ആ ബോട്ടിങ്ങിന് നമ്മൾ കയറിയില്ലേ, ആ ഒരു പെഡൽ ബോട്ടിങ്ങിൽ കയറിയതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് പോലെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ നിറച്ച് ഫിഷസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ബോട്ടിങ്ങിൽ പോകുമ്പോൾ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ ചുമ്മാ നോക്കി നിന്നതാണ്. ഇതാ പെഡൽ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ടിക്കറ്റ് കൊടുക്കണതിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റിസപ്ഷനിൽ നിന്ന് എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതും പോസിബിൾ ആണെന്ന് പറഞ്ഞു. പാക്കേജ് അല്ലാണ്ട് നമുക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടെ നമ്മുടെ ഇപ്പോൾ 350 പാക്കേജിലെല്ലാം തീർന്നു പോയി. നമുക്കൊരു 100 ഇനി ഒന്നും കൂടെ കയറണം, അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ആവാത്ത വേറെ എന്തെങ്കിലും കയറണം. ഇതിലുള്ള എല്ലാ എമൗണ്ടും ക്ലോസ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നേരെ ഫ്രണ്ടിൽ റിസപ്ഷനിൽ പിന്നെയും പോകണമെന്നില്ല. നെക്സ്റ്റ് നമ്മൾ ബോട്ടിങ്ങിലായിരുന്നു കയറിയത്. അപ്പോൾ ബോട്ടിങ്ങിൽ ഞാൻ, ഹസ്ബൻഡ്, പിള്ളേർ അങ്ങനെ കയറി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ബോട്ടിങ്ങിൽ ഓൾറെഡി 100, പിന്നെ വേറെ നമ്മൾ ഏതോ 50-50യുടെ ഒരു 100ൻ്റെ എന്തോ കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് 2 പേരും കൂടെ കയറിയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു റൗണ്ട് ഇങ്ങനെ ഫുൾ ഒരു 2D തിയേറ്റർ കട്ട് ചെയ്ത് തോന്നുന്നു. കാരണം 5 ഇയർ താഴെ ഉള്ളവരെ കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ 5 ആയിട്ടുള്ളൂ, അവൻ 1.25 ആയിട്ടുള്ളൂ, 2 വയസ്സായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരുമായിട്ട് 2D തിയേറ്ററിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തു. ഇവ അപ്പോൾ കയാക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. കയാക്കിങ്ങിന് 50 വെച്ചിട്ടാണ് ഒരാൾക്ക്. അപ്പോൾ 50, പിന്നെ ഒരു വെർട്ടെക്സിൻ്റെ 50 തോന്നുന്നു ഇതിനെ യൂസ് ചെയ്തത്. വെർട്ടെക്സിലെ കയറിയില്ല. പിന്നെ ഇവിടെ വാക്സ് മ്യൂസിയം ഉണ്ടായിരുന്നു, അതിപ്പോൾ നിർത്തലാക്കിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏരിയ ബെമ്പർക്കാറിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വെർട്ടെക്സും 2D തിയേറ്ററൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കയാക്കിങ്ങിന് കയറി. പിള്ളേരെ കൂടെ ഇരുത്തായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അവനെ ഫ്രണ്ടിലിരുത്തി, ഞാനും ഇവളും കൂടെ ഇരുന്നു, ഇവയും കൂടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് ചെയ്യുവാണ്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആട്ടോ. നമ്മൾ നേരത്തെ ബെമ്പർക്കാർ ബാക്കിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. പിന്നെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് ആ മുൻവശത്തോട്ട് പോരാൻ പറ്റും.
എന്ന് വെച്ചാൽ റോസ് പാർക്കിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ട് പോരാൻ പറ്റും. അവിടെ നമുക്ക് നോർമലായിട്ടുള്ള സൈക്കിള് കുറേ അധികം സൈക്കിളല്ല സ്വിങ്സ് കുറേ അധികം ഊഞ്ഞാലുകളുണ്ട്, ഇഷ്ടം മാതിരി ഉണ്ട്. നമുക്കൊന്നും ആ ഒരു എൻട്രി ഫീ 120 മാത്രം കയ്യിൽ വെച്ചാൽ മതി. നമുക്ക് എല്ലാ ഊഞ്ഞാലുകളിലും കയറാം, സ്ലൈഡ്സിൽ കയറാം, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് പാക്കേജ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റോസ് പാർക്കിൻ്റെ വിശേഷം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഇത് കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.